എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സീരീസ് ഓഫ് ടീച്ചിങ്ങിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, പെൻഡക്കോസ്റ്റൽ, ന്യൂജൻ സഭകളിൽ വളരെ ആശയക്കുഴപ്പങ്ങളുള്ളതും തെറ്റായി വ്യാഖ്യാനിക്കുന്നതുമായ ചില വിഷയങ്ങളാണ്. അതിൽ രണ്ട് വിഷയങ്ങൾ കണ്ടത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം, മറ്റൊന്ന് മനഃപൂർവ്വ പാപം. ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കണ്ടാട്ടെ. നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ഒരുവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാത്ത പാപം എന്ന വിഷയമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം തുടങ്ങി വായിക്കാം. 4-ാം വാക്യം വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതായത് ചില പ്രത്യേക പാപം ചെയ്തിട്ട് ആ പാപം ചെയ്ത വ്യക്തിയെ തിരികെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല. എന്താണ് ആ പാപമെന്നാണ് നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ആ വാക്യം നാം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. അതായത് എബ്രായർ 10:32 നാം കണ്ടത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ചെയ്യുന്ന മനഃപൂർവ്വ പാപമാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. എന്താ അർത്ഥം? സർവശക്തനായ ദൈവത്തെക്കുറിച്ച്, സ്വർഗീയ പിതാവാം ദൈവത്തെക്കുറിച്ച്, അവൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിൻ്റെ നിത്യമായ കാര്യപരിപാടികളെക്കുറിച്ച്, മനുഷ്യനെ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മരണത്തെക്കുറിച്ച്, ആ നിത്യരക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നിത്യരാജ്യത്തെക്കുറിച്ച് എന്ന് വേണ്ട ദൈവത്തിൻ്റെ ആഗമനമായ കാര്യപരിപാടിയുടെ പ്രകാശനം ഒരു വ്യക്തിക്ക് ലഭിച്ചു. ആ പ്രകാശനം ലഭിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് സ്വർഗീയ ദാനം. അവൻ സ്വർഗീയ ദാനം ആസ്വദിച്ചു. എന്താ ഈ സ്വർഗീയ ദാനം? അത് നിത്യരക്ഷയും നിത്യനീതിയുമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതിമാനായി തീർന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സകല അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പരിശുദ്ധ ആത്മാവ് അവൻ്റെ ആത്മാവിൽ അധിവസിക്കുന്നു, ആത്മാവിൻ്റെ സാന്നിധ്യം അവൻ്റെ മേൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മാത്രമല്ല ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചു. നിത്യരക്ഷയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള, യേശുക്രിസ്തുവിൽ ഒരുവൻ വളരുന്നതിനെക്കുറിച്ചുള്ള സകല വചനങ്ങളും അവൻ ആസ്വദിച്ചു. അടുത്ത പദം പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചു. അത് വിവരിപ്പാൻ അല്പം പ്രയാസമാണ്. അതായത് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആസ്വദിക്കുന്നവർ, നിത്യരക്ഷയല്ല, നിത്യജീവനല്ല, പരിശുദ്ധാത്മാവല്ല, ദൈവത്തിൻ്റെ നല്ല വചനമല്ല, ഇതിനൊക്കെ അപ്പുറമായി വരാൻ പോകുന്ന ഒരു ദൈവരാജ്യമുണ്ട്.
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം നഗരത്തിൽ ദൈവത്തോടു കൂടെയുള്ളൊരു വാസമുണ്ട്. അവിടെയുള്ള ആ അന്ന് വെളിപ്പെടുന്ന ദൈവശക്തി, അവിടുത്തെ ചില അനുഭവങ്ങൾ, അതിനൊരു ഫോർടേസ്റ്റ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന വ്യക്തികളുണ്ട്. ഇതൊരു വളരെ സാധാരണക്കാരനായ ഒരു വിശ്വാസിയെക്കുറിച്ചോ വളരെ സാധാരണക്കാരനായ ഒരു ആത്മീയ ശുശ്രൂഷനെക്കുറിച്ചോ ഒന്നും പറയുകയല്ല. വളരെ ഉന്നതമായ നിലയിൽ ദൈവവുമായ ബന്ധമുണ്ടായ വ്യക്തി, ദൈവത്തെ അനുഭവിക്കുന്ന വ്യക്തി, വരുവാനുള്ള രാജ്യത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ ഇരുന്ന് ആസ്വദിക്കുന്നവർ, അത്ര സ്പിരിച്വലി മെച്വേർഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തി പിന്മാറിപ്പോയാൽ അദ്ദേഹത്തെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ ഇദ്ദേഹം ചെയ്ത പാപം എന്താണ്? നാം സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് വ്യഭിചാരമോ കൊലപാതകമോ അത്തരത്തിലുള്ള പാപങ്ങളൊക്കെയാണ്. എന്നാൽ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്ര കൃപ ലഭിച്ചൊരു വ്യക്തി പിന്മാറിപ്പോയാൽ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്മാറിപ്പോകുക എന്താ അർത്ഥം? യേശുക്രിസ്തുവിങ്കിൽ നിന്നും, ആ നിത്യരക്ഷയെങ്കിൽ നിന്നും, നിത്യജീവങ്കിൽ നിന്നും, ആ നിത്യരക്ഷയും നിത്യജീവനും അവന് നൽകുന്ന ദൈവത്തിൻ്റെ മാർഗമായ വിശ്വാസ മാർഗത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന കാര്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തമാക്കാം. അതായത് ഒരുവനെ രക്ഷിപ്പാൻ, അവന് നിത്യനീതി കൊടുക്കുവാൻ, നിത്യജീവൻ കൊടുക്കുവാൻ, നിത്യ രാജ്യം കൊടുക്കുവാനുള്ള ദൈവത്തിൻ്റെ മാർഗം വിശ്വാസ മാർഗമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിത്യജീവനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പൂർത്തീകരിച്ചിട്ടുണ്ട്. രക്ഷയും വീണ്ടെടുപ്പും എല്ലാം ക്രൂശിൽ ദൈവം പൂർത്തീകരിച്ചിരിക്കുക. അത് ഒരുവൻ പ്രാപിക്കുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ വിശ്വാസത്തിലാണ്. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ മാർഗമാണ്, ദൈവം സ്ഥാപിച്ച മാർഗമാണ്. രക്ഷ പ്രാപിക്കാനുള്ള മനുഷ്യൻ്റെ മാർഗം പ്രവൃത്തി മാർഗമാണ്, കർമ്മമാർഗമാണ്. എന്നാൽ രക്ഷയും നിത്യജീവനും പ്രാപിപ്പാനുള്ള ദൈവത്തിൻ്റെ മാർഗം വിശ്വാസ മാർഗമാണ്. നമ്മെ രക്ഷിക്കുവാനുള്ള എല്ലാ കാര്യപരിപാടികളും പിതാവാം ദൈവം തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണം മുഖാന്തരം പൂർത്തീകരിച്ചിരിക്കുക. അത് കേൾക്കുമ്പോൾ ഒരുവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായി, അവൻ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വിശ്വാസ മാർഗത്തിങ്കിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മാർഗമായ വിശ്വാസ മാർഗത്തിൽ നമ്മൾ വന്ന് നമ്മൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നമ്മളെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ഇത്രയും ആത്മീയ അനുഭവമുള്ള ഒരു വ്യക്തി ഈ വിശ്വാസ മാർഗത്തിൽ നിന്നും പിന്മാറിപ്പോയാൽ പിന്നെ അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന വചനം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായം 4-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവർ കേട്ട ദൈവത്തിൻ്റെ വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. അവർ അവിശ്വാസികളായി തീർന്നു. മിസ്രൈമിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ വിടുതൽ കണ്ട് വിടുവിക്കപ്പെട്ടവരാണ്. വലിയ അത്ഭുതങ്ങളും അടയാളം കണ്ടവരാണ്. അവർ ദൈവത്തെ വിശ്വസിച്ചവരാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ തികച്ചും അവിശ്വാസികളായി ദൈവത്തിൻ്റെ വചനത്തെ അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം
3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഈ കോണ്ടെക്സ്റ്റിൽ സഭയോട് പറയുന്ന വാക്ക് കേൾക്കണം. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതായത് ദൈവത്തിൻ്റെ ഭവനമായി തീരണമെങ്കിൽ നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ദൈവം തന്ന പ്രത്യാശ, അതിൻ്റെ ധൈര്യം, അതിൻ്റെ പ്രശംസ അവസാനത്തോളം എന്ത് ചെയ്യണം? നാം മുറുകെ പിടിക്കണം. 12-ാം വാക്യം പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അതായത് ജീവനുള്ള ദൈവത്തെ, ആ നിത്യജീവനെ, നിത്യരക്ഷയെ നാം എങ്ങനെയാണ് ത്യജിച്ചു കളയുന്നത്? അവിശ്വാസം നിമിത്തമാണ്. അവിശ്വാസമുള്ള ഒരു ഹൃദയം ദുഷ്ടഹൃദയമാണ്. ഹൃദയത്തിൽ അവിശ്വാസം വന്നാൽ നാം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ സാധ്യതയുണ്ടെന്ന് ആ വചനം പറയുകയാണ്. 14-ാം വാക്യം പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. യേശു കർത്താവിനെ സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച നാളിൽ ദൈവം നമ്മുടെ അകത്ത് തന്ന ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാണ് വിശ്വാസം എന്നുള്ളത്. ആ ആദ്യ വിശ്വാസം നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണം. നമ്മൾ മറ്റ് യാതൊരു പ്രവൃത്തികളും ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം തന്ന, ദൈവത്തിൻ്റെ മാർഗമായ വിശ്വാസ മാർഗത്തിൽ നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്ന് വചനം പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ കാണിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. കൊലോഷ്യൻസ് 1:23. ഞാൻ 22-ാം വാക്യം തുടങ്ങി വായിച്ചു കേൾപ്പിക്കാം. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മെ രക്ഷിച്ച്, നമുക്ക് ജീവൻ തന്ന്, നമ്മളെ വിശുദ്ധീകരിച്ച്, നിഷ്കളങ്കരാക്കി, ഒരു കുറ്റമില്ലാത്തവരുമായി പിതാവിൻ്റെ മുമ്പാകെ നിർത്താൻ വേണ്ടിയാണ്. ഇനി വാക്ക് 23, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കും. അത് നാം എന്തു ചെയ്യണം? നമ്മുടെ ഒരു പ്രവൃത്തിയും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്താ? സുവിശേഷത്തിൻ്റെ പ്രത്യാശ നിത്യരക്ഷയുടെ പൂർണ്ണത ഉള്ള, നിത്യരക്ഷയുടെ അതിൻ്റെ ആ പെർഫെക്ഷനായിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീർന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇളകരുത്. 2, ആ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെടണം. 3, ആ പ്രത്യാശയിൽ സ്ഥിരപ്പെടണം. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ ദൈവത്തിൻ്റെ മാർഗം, നിത്യജീവൻ തരുന്ന, നിത്യരക്ഷ തരുന്ന, നിത്യരാജ്യം തരുന്ന, നിത്യ തേജസ് തരുന്ന ദൈവത്തിൻ്റെ മാർഗം വിശ്വാസമാർഗമാണ്. ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ഇതൊക്കെയാണ് വചനത്തിൻ്റെ പഠിപ്പിക്കലുകൾ.
അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി ഒരിക്കൽ നിൽക്കപ്പെടും. എന്നാൽ ഈ വിശ്വാസ മാർഗത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ, യേശുവിനെ ഉപേക്ഷിച്ചാൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, അവൻ്റെ അകത്ത് ശരിയായിരിക്കുന്ന പ്രകാശനം വന്നു, ഈ കാര്യങ്ങളെല്ലാം ബോധ്യമായി, ഇതൊക്കെ ഒരു പരിധിവരെ അനുഭവിച്ചിട്ട് അവൻ വിശ്വാസത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് ഈ വേദഭാഗം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്.